സഹോ എന്ന് പറയുന്നത് ആ ഒരു സഹോ എനിക്ക് കിട്ടിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്തത് നമ്മുടെ കട്ടപ്പനയിലെ ഹൃതിക് റോഷനിലെ സഹോ ആ ഒരു സഹോ ആയിരുന്നു. ഞാനിവിടെ വന്നതിന് ശേഷമാണ് അഭിനയിക്കാനും ഒരു ക്യാമറയുടെ മുന്നിലൊക്കെ നിന്ന് അഭിനയിക്കുന്നതൊക്കെ ചെയ്തത്. സത്യത്തിൽ എനിക്ക് ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇത് സിനിമ മേഖലയായിട്ടൊന്നും എനിക്ക് ബന്ധമില്ല. ഞാൻ ബിസിനസ്സുകാരനാണ്, തികച്ചും വ്യത്യസ്തമായ ബിസിനസ്. നമ്മൾ ഇവിടെ സാധാരണ ആൾക്കാരൊക്കെ നാട്ടിലും ദുബായിലൊക്കെ ഞാൻ ചൈനയിലായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് നല്ലൊരു സൗഹൃദം, അടിപൊളി സൗഹൃദം. ഇനിയിപ്പോൾ നമുക്ക് പ്രൊഡക്ഷനായി, സിനിമയായി, ഇനി മുന്നോട്ട് പോകാം. ആക്ച്വലി ആത്മാ എന്ന് പറഞ്ഞിട്ട് ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഡാൻസേഴ്സ് ആണെന്ന്. ആത്മാ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ ഞാനൊരു സ്റ്റോറി പ്രൊഡക്ഷൻസ് ക്രിയേറ്റ് ചെയ്ത്. കാരണം ഞാൻ യൂസിലൊക്കെ പോകുമ്പോഴും ഞങ്ങൾ ചെയ്യാറുണ്ട് കുറേ. ഇപ്പം ഞാൻ തന്നെ കൊടുത്ത ഐഡിയാസിൽ നിറയെ പേര് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഡാൻസ് പ്രൊഡക്ഷൻസ് പറയണം. തിയേറ്ററിൽ പോയിരുന്ന് ഒരു 2 മണിക്കൂർ നല്ല എൻജോയ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് എല്ലാവർക്കും, അതായത് കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ വ്യക്തികൾ, ഇപ്പം യൂത്തിന് കാണാമെന്ന് ചോദിക്കും, യൂത്തിൻ്റെ ട്രെൻഡ് എല്ലാവർക്കും, ആർക്കാണ് കോമഡി ഇഷ്ടപ്പെടാതിരിക്കും. നമസ്കാരം. ഏറ്റവും പുതിയതായി റിലീസ് ആകാൻ പോകുന്ന ആത്മസഹോ എന്ന സിനിമയുടെ വിശേഷങ്ങളിലേക്ക് നമസ്കാരം. എന്ത് പറഞ്ഞ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആക്ച്വലി കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം ഡയറക്ഷൻ ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, ഒക്കെ ചേട്ടൻ വില്ലനാണ് ഈ സിനിമയിലെ. മോർ ഓവർ ഇവരുടെ ആത്മസുഹൃത്തും കൂടെയാണ്. അപ്പോൾ ഈ ആത്മസഹോ എന്നൊരു ടൈറ്റിൽ വന്നത് ഇദ്ദേഹത്തെയും കൂടെ ഓർത്തിട്ടാണോ ആത്മസഹോ? ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, സഹോ എന്ന് പറയുന്നത് ആ ഒരു സഹോ എനിക്ക് കിട്ടിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്തത് നമ്മുടെ കട്ടപ്പനയിലെ ഹൃതിക് റോഷനിലെ സഹോ ആ ഒരു സഹോ ആയിരുന്നു. പിന്നെ ഇതിനകത്ത് കഥാപാത്രം നമ്മുടെ രഞ്ജിത്ത് സാറ് അവതരിപ്പിക്കുന്ന കഥാപാത്രം, സഖാവിൻ്റെ കഥാപാത്രം എല്ലാവരുടെ അടുത്തും ഫ്രണ്ട്ലിയും എല്ലാവരുടെ കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നൊരു മനുഷ്യനും, അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിട്ടാണ്. അപ്പം നമ്മളത് പറയാം, നമുക്ക് ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു കൺസെപ്റ്റ്. ഇനിയൊരു ആത്മാർത്ഥ സഖാവാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുണ്ട്. സഖാവ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഫ്രണ്ട് എന്നല്ല അർത്ഥം. അപ്പം അങ്ങനെയാണ് ഒരു ആത്മാ സഖോ എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തിയത്. ഇതിൽ 2 പാട്ടുണ്ട്. അപ്പൊ ആ പാട്ടിലെ കൊറിയോഗ്രാഫിയും എല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചേച്ചി പറഞ്ഞോളൂ, ഒരു പ്രൊഡ്യൂസർ ആയിട്ടുണ്ട്, അഭിനയിക്കുന്നുണ്ട്, ആൻഡ് കൊറിയോഗ്രാഫി എങ്ങനെയുണ്ടായിരുന്നു? സെറ്റ് ലൊക്കേഷനിൽ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഒരു ഭരതനാട്യം ആർട്ടിസ്റ്റാണ്. അപ്പം ഗോപേട്ടന് ഭയങ്കര താല്പര്യമാണ് സിനിമയെ കുറിച്ചൊക്കെ, എപ്പോഴും എന്നോട് പറയും. അപ്പം ഈ കഥ ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് വളരെയധികം ഭയങ്കര ഇഷ്ടം തോന്നി. ഇത് കൊള്ളാലോ തോന്നി. കാരണം എനിക്ക് കൂടുതലും ഞാൻ കോമഡി ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇതൊരു നല്ല ഹ്യൂമർ സബ്ജക്റ്റും കൂടി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പം ഞാൻ ഗോപേട്ടനോട് പറഞ്ഞു, ഇത് നമുക്ക് ചെയ്താലോ. അങ്ങനെയാണ് ആത്മസഹോയിലേക്ക് ഞങ്ങൾ കിടക്കുന്നത്. പിന്നെ ഞാനിവിടെ വന്നതിന് ശേഷമാണ് അഭിനയിക്കാനും ഒരു ക്യാമറയുടെ മുന്നിലൊക്കെ നിന്ന് അഭിനയിക്കുന്നതൊക്കെ ചെയ്തത്. സത്യത്തിൽ എനിക്ക് ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇത്രയും ആർട്ടിസ്റ്റിനൊപ്പം ഇങ്ങനെ ഒരു ഇത് എനിക്ക് ചെയ്യാൻ പറ്റിയത് എനിക്കൊരു വലിയ ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഞാൻ എല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം ഗോപേട്ടനെല്ലാം. ഇപ്പം നമുക്കറിയാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ പഠിച്ചു വരുന്നു. അതുമല്ല, നമ്മൾ ഒരുപാട് നാളായിട്ട് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും നമ്മൾ കണ്ട്. അതെ, ഇത്രയും നാള് ഞാനൊരു ഓഡിയൻസ് ആയിരുന്നു. ഞാൻ കാരണം ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ്. നമ്മളിപ്പോ ഒരു നൃത്തം ചെയ്യുന്ന പോലെ അല്ലല്ലോ ഒരു ക്യാമറയുടെ മുന്നിൽ ഒന്ന് അഭിനയിക്കുന്നതൊക്കെ എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് നൃത്തത്തോടൊപ്പം തന്നെ അതേ പാഷൻ ഞാൻ കുഞ്ഞിലേക്ക് കുറച്ച് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് പുള്ളിക്കാരിക്ക് അറിയാം. എനിക്ക് പാഷനുണ്ടെന്നുള്ളത് അറിയാം. അപ്പം ഞങ്ങൾ നൃത്തം എന്ന് പറഞ്ഞാൽ സാധാരണ അല്ല, ഞങ്ങൾ വളരെ ഇതിനകത്ത് ഡോക്ടറേറ്റ് കഴിഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് പോകുന്ന നർത്തകരാണ് ഞങ്ങൾ. ഗ്രേഡഡ് ആർട്ടിസ്റ്റാണ് ദൂരദർശനിൽ. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ഈ പാഷൻ അറിഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ഞാൻ സപ്പോർട്ട് ചെയ്തത്. ശരി, നമുക്ക് സപ്പോർട്ട് വേണമല്ലോ. ഫാമിലി സപ്പോർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒരാൾക്ക് ഒരു ആഗ്രഹം എപ്പോഴും, ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ആരുമാവട്ടെ, അവർക്കൊരു സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ ഒരു കലാകാരനാവില്ല. അപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ സപ്പോർട്ടാണ്. ചെയ്യട്ടാന്ന് പറയാനേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു. ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ ചേട്ടന്റെ ആത്മസുഹൃത്താണ്, എന്നാൽ ഈ സിനിമയിൽ ഒരു വില്ലനായിട്ടാണ് കാണിച്ചത്. എങ്ങനെ തോന്നി സുഹൃത്തിനെ ഒരു വില്ലനായി? സുഹൃത്തിനെ വില്ലനാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വില്ലൻ ഉണ്ടെന്ന് തോന്നിയോ? അവൻ വില്ലത്തരം കാണിക്കേണ്ട സ്ഥലത്ത് വില്ലത്തരം കാണിക്കും. എന്താ അത് നമ്മൾ പറയില്ലേ, ചങ്ക് പറിച്ചു കൊടുക്കും. അതുപോലെ സമയത്ത് തെറ്റിക്കഴിഞ്ഞാൽ അതുപോലെ. പക്ഷെ അവൻ ജെന്യൂനായിട്ടാണ്, ഇത് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കും. അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ആത്മാ സുഹൃത്താണ്. അതുപോലെ വേറെ കാര്യമുണ്ട്, അവന് അഭിനയിക്കണം എന്നുള്ളൊരു പാഷൻ ഉണ്ട്. അവനില്ലാത്ത കോണ്ടാക്ട്സ് ഇല്ല. പക്ഷേ അവന് ഈ സിനിമയിലൂടെ എനിക്ക് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത്
ഒരു ഭാഗ്യമാണ്. കാരണം എൻ്റെ സുഹൃത്താവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലിറിക്സും ഡയലോഗ്സൊക്കെ എഴുതിയ സിനു സാഗർ ആണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സിനിച്ചേട്ടനാണ് എനിക്ക് ഷിയാസ് എന്നാണ് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പുള്ളി ഇപ്പോൾ അടുത്ത പടം ചെയ്യാൻ നിൽക്കുകയാണ്, സുൽത്താന പ്രൊഡക്ഷൻസ് അല്ലേ? സുൽത്താന പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ ഉടനെ വരും. ഒന്നല്ല, ഇനി സിനിമകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരും, പുള്ളിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അപ്പോൾ ഇൻഡസ്ട്രിയിൽ കുറച്ച് ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടാവും. ഒരു നല്ല സഹോദരനെ ഞങ്ങൾക്ക് സഹോദരനെ കിട്ടി, നല്ലൊരു സഹോദരനാണ്. കഥയായിട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ ഉള്ള റിയാക്ഷൻ എന്തായിരുന്നു? കഥയല്ല, ഞാൻ ആദ്യം സിനു സാഗർ എന്ന ആളാണ് ഇതിനകത്ത് ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത്. ആളെ കാണാനാണ് ഞാൻ പോണത്. ആളെന്റെ ഫ്രണ്ടാണ്. അവിടെ ചെല്ലുന്നു, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ആൾ എന്നോട് മുമ്പ് ഒരു സിനിമയുടെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും എനിക്ക് അഭിനയിക്കണം എന്നുള്ളത് ഒരു മനസ്സിലുണ്ട് ചിന്ത. ഇത് എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അങ്ങനെ സിനിമ മുഖേനയാണ് ഇവിടെ എത്തുന്നത്. പിന്നെ അങ്ങോട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ നടന്നു. ഞാൻ ഇത് സിനിമ മേഖലയായിട്ടൊന്നും എനിക്ക് ബന്ധമില്ല. ഞാൻ ബിസിനസ്സുകാരനാണ്. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ ബിസിനസ്. നമ്മൾ ഇവിടെ സാധാരണ ആൾക്കാരൊക്കെ നാട്ടിലും ദുബായിലൊക്കെ ഞാൻ ചൈനയിലായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് നല്ലൊരു സൗഹൃദം, അടിപൊളി സൗഹൃദം. ഇനിയിപ്പോൾ നമുക്ക് പ്രൊഡക്ഷനായി, സിനിമയായി, ഇനി മുന്നോട്ട് പോകാം. ചേട്ടനാണ് ഇതിന്റെ കഥ എഴുതിയത്. കഥ മനസ്സിൽ ഉദിച്ചത് എപ്പോഴായിരുന്നു? മനസ്സിൽ ആക്ച്വലി ആത്മാ എന്ന് പറഞ്ഞിട്ട് ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഡാൻസേഴ്സ് ആണെന്ന്. ആത്മാ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ ഞാനൊരു സ്റ്റോറി പ്രൊഡക്ഷൻസ് ക്രിയേറ്റ് ചെയ്ത്. കാരണം ഞാൻ യൂസിലൊക്കെ പോകുമ്പോഴും ഞങ്ങൾ ചെയ്യാറുണ്ട് കുറേ. ഇപ്പം ഞാൻ തന്നെ കൊടുത്ത ഐഡിയാസിൽ നിറയെ പേര് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഡാൻസ് പ്രൊഡക്ഷൻസ് പറയണ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സാധാരണ നോർമലി കാണുന്ന നമ്മൾ രാമായണം മഹാഭാരതം അല്ലാണ്ട് ഒരു സിനിമാറ്റിക് ലെവലിൽ ഇങ്ങനെ ഒരു കഥ ചെയ്യാന്നുള്ള പ്ലാനിൽ ഞാനൊരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടൈറ്റിൽ ആത്മാ എന്നായിരുന്നു. ഇത് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോഴത്തേക്കും ചില കാര്യങ്ങൾ നമുക്ക് സ്പാർക്ക് വരുമല്ലോ. രാത്രി അങ്ങനെ പുള്ളിക്കാരിക്ക് അറിയാം, അങ്ങനെ സംസാരിച്ചുണ്ടായ കഥയാണത്. അപ്പം അത് പിന്നെ ഡെവലപ്പ് ചെയ്തതാണ്. പിന്നെ ഞങ്ങളുടെ ഒരു ടീമുണ്ട്, ഒരു സിനിമയുടെ സക്സസിന് ഒരു ടീമുണ്ട്. ഒന്നാമത്തെ ഫസ്റ്റ് വന്ന് എൻ്റെ ഫാമിലി, ഓക്കെ, ഇൻലോസ്, എൻ്റെ മോനും അഭിനയിച്ചിട്ടുണ്ട് പടത്തിൽ. പിന്നെ ഞങ്ങളുടെ ഒരു ടീം എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളുടെ കൺട്രോളർ എന്ന് പറയുന്ന സീനിയറായിട്ടുള്ള 100-ലധികം സിനിമ ചെയ്ത് കിച്ചി പൂജപ്പുരയാണ്. പിന്നെ ലിറിക്സ് എഴുതിക്കുന്ന സിനു സാഗർ, ലിറിക്സ് ആൻഡ് ഡയലോഗ് സിനു സാഗറാണ്. മ്യൂസിക് മരക്കാർ ഫെയിം റോണി റാഫേലാണ്. റോണി ചേട്ടനൊക്കെ എൻ്റെ സീനിയറായിട്ട് പഠിച്ച വ്യക്തിയാണ്. DOP ഗൗതം ലെനാണ്. പിന്നെ അങ്ങനെ പിന്നെ ചീഫ് അസോസിയേറ്റ്സ് ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഡുഡു ആയിരുന്നു എൻ്റെ ചീഫ് അസോസിയേറ്റ്. പിന്നെ എൻ്റെ കൂടെ നിന്ന് പിള്ളേരെല്ലാം ഉണ്ട്, സുഹൈൽ, അങ്ങനെ കുറച്ച് പേരെ പറയണമെങ്കിൽ ഒരു കോർ ടീമുണ്ട്. പറയണം, ക്രൂ മൊത്തമല്ല, ഞാൻ കോർ ടീമാണ്. അപ്പം അതൊരു വലിയൊരു സപ്പോർട്ടാണ്. പിന്നെ അതിലുപരി എനിക്ക് ഏറ്റവും നന്ദി പറയുന്ന ആർട്ടിസ്റ്റിനോടാണ്. കാരണം ഇതിനകത്ത് ഇപ്പം എണ്ണി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾ കാണുന്ന ദിനം പ്രതി ടെലിവിഷനിലും എല്ലാത്തിലും കാണുന്ന ആർട്ടിസ്റ്റിൽ ഇഷ്ടംപോലെ പേരുണ്ട്. പിന്നെ അവർ കോമ്പിനേഷൻസ് വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം വരുമ്പോൾ നമുക്ക് അവരുടെ സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളുടെ ഡേറ്റ് ക്ലാഷ് ആകാൻ പാടില്ല. അപ്പം അങ്ങനെ കുറേ എല്ലാവരുടെയും സപ്പോർട്ടാണ്, ടീം വർക്കാണ്. ആസ് എ ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി കുറച്ച് രാഷ്ട്രീയം പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. നമുക്ക് അങ്ങനത്തെ കുറച്ച് കണ്ടന്റ്സ് നമ്മൾ സിനിമയിലേക്ക് പകർത്തും, അതിലോട്ട് ഒപ്പിയെടുക്കുമ്പോൾ കുറെ റിസ്ക് എലിമെന്റ്സ് ഉണ്ടാവുമല്ലോ. പുറത്ത് പറയാൻ പറ്റിയ കുറച്ച് റിസ്ക് എലിമെന്റ്സ് ഷെയർ ചെയ്യാമോ? കാരണം ആസ് എ ഡയറക്ടർ ഒരു പൊളിറ്റിക്കൽ സിനിമ എടുത്തപ്പോൾ റിസ്ക് എലിമെന്റ്സ് നമ്മളിപ്പോൾ നോക്കൂ, സമൂഹത്തിൽ നമ്മൾ ഏത് വന്നിരുന്നാലും ചിലർ ഇപ്പം ഒരു ഇന്റർവ്യൂവിൽ അരിശോ സുരേഷിന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ഓപ്പണായിട്ട് പറയുന്നുണ്ട്, ഇവന് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഞാനും പറയുന്നുണ്ട്. റിസ്ക് എലിമെന്റ്സ് എന്നല്ല പറയുന്നത്. അതിനകത്ത് ഇതൊരു കഥ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് പോയിരുന്ന് എൻജോയ് ചെയ്തിട്ട് നല്ല ജോളി അടിച്ച് വരാൻ പറ്റുന്ന ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ ഒരു ത്രില്ലറോ അങ്ങനെ ഇടിയോ അങ്ങനെ ഒരു കുടുംബത്തിൽ, അത് നമുക്ക് തന്നെ നമ്മുടെ ചുറ്റിലുള്ളവർക്ക്, നമ്മുടെ ഒരു ഫാമിലിയിൽ തന്നെ നടന്ന ഇതേ കഥാപാത്രങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും, നമ്മുടെ ഫാമിലി തന്നെ ഉണ്ടാവും. പിന്നെ ഓരോ കഥാപാത്രം ഇപ്പം ഞാനുൾപ്പെടെ എല്ലാവരും ജീവിതത്തിലൊരു നായകനും നായികയാണല്ലോ അവരവരുടെ ലൈഫില്. അതുപോലെ ഒരു ഫാമിലിയാണ്. ഫാമിലിയിൽ ഓരോ ഇതുപോലെ ചിലപ്പോൾ നമുക്ക് ആ സിനിമ കാണുന്നത് ഇതുപോലൊരു അമ്മ നമ്മൾക്കും ഉണ്ടല്ലോ, അങ്ങനെ കുറേ നാളത്തിന് ശേഷമായിരിക്കും ആക്ച്വലി ഇങ്ങനെ ഇത്രയും ആർട്ടിസ്റ്റ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു മൂവി. അതായത് എന്ന് പറയുന്നത് ഇത്രയും ആർട്ടിസ്റ്റ് എല്ലാവരും നോൺ ഫേസസ് ആണ്,
ഓൾമോസ്റ്റ്. ഇപ്പം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് രഞ്ജി സാറിൻ്റെ മകനായിട്ട്. പക്ഷേ നീയാണോ ഹീറോ? നമ്മൾ ഈ പടത്തിൽ ഹീറോ എന്നല്ല, ഈവൻ വില്ലനായിട്ട് വരുന്നുണ്ട്. അവന് സ്ക്രീൻ സ്പേസ് ഉണ്ട്. അത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു 2 മിനിറ്റ് വന്നിട്ട് പോയിട്ട് ആൾക്കാർ വന്നു പോകുന്ന ആർട്ടിസ്റ്റിനും അതിനകത്ത് ആ റോളിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതെ. രഞ്ജിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം അദ്ദേഹം ഒരു ഡയറക്ടർ കൂടിയാണ്. എന്തെങ്കിലും ടിപ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു? രഞ്ജി സാർ വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് പേഴ്സൺ ആണ്. മനസ്സിലാവുന്നുണ്ടോ? പറ്റുന്നോളം പറ്റും, പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയുന്ന മനുഷ്യനാണ്. പിന്നെ ഒരുപാട് കാരണം അവരൊക്കെ സിനിമ ചിലപ്പോൾ എൻ്റെയൊക്കെ പ്രായത്തിൻ്റെ എക്സ്പീരിയൻസിന് മേലെ ഉണ്ടാവും. ഇപ്പോൾ ചില കാര്യങ്ങൾ കണ്ടു പഠിക്കേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ആരാണെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് വിമർശിക്കേണ്ടത് വിമർശിക്കും. വെരി ഗുഡ് എക്സ്പീരിയൻസ്. ഒരു വില്ലൻ ക്യാരക്ടറാണ് ഈ സിനിമയിൽ ചെയ്തത്. പക്ഷെ ഒരു ആത്മസുഹൃത്തും കൂടെയാണ് ഇദ്ദേഹം. ഈ ഒരു സിനിമയുടെ ഇപ്പോൾ ആ ഒരു കഥ എന്നല്ല, അതിൻ്റെ ഒരു ഡയലോഗ്സ് കാര്യങ്ങൾ കേട്ട് അവർ അപ്രോച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇന്നേ ഒരു ദിവസം വരെ ഇദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയെ നോക്കി കാണുമ്പോൾ വാട്ട് ഡു യു ഫീൽ? സന്തോഷം, ഭയങ്കര സന്തോഷം. അവൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് സിനിമ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്. എനിക്ക് അറിയാന്നുള്ളത് ഒരുപാട്. അത് ഇവൻ ചെന്നൈയിലാണ് സെറ്റിലായി. ചെന്നൈ അവിടെ നിന്ന് വണ്ടി ഓടിച്ച് നേരെ തിരുവനന്തപുരത്ത് വണ്ടി ഓടിച്ച് നേരെ ഇവിടെ എറണാകുളത്ത്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകൾ മാത്രം. പിന്നെ ഫാമിലി അവിടെ കിട്ടുന്നു, കൊച്ചുങ്ങൾ ഇവിടെ, ആകെപ്പാടി പ്രശ്നം. എന്നാലും അവൻ അവസാനം ഓടി എന്തായിരുന്നു 28-ാം തീയതി ഒരുപാട് ഡ്രൈവ് ചെയ്തു. ചെന്നൈയില് ക്ലാസ്, അതായത് നൃത്തം പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ കിരൺസ് അക്കാഡമി ഓഫ് നാട്യമുണ്ട്. അപ്പൊ അതുണ്ട്, പ്രോഗ്രാംസ്, കമ്മിറ്റ് ചെയ്ത പ്രോഗ്രാം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ കുറേ ഞങ്ങൾ പ്രോഗ്രാം സാക്രിഫൈസ് ചെയ്ത് ഞങ്ങളുടെ മെയിൻ ലൈവ്ലിഹുഡാണ്. അടി കിട്ടി, എൻ്റെ ഒരു ഷോട്ടിൽ അടി കിട്ടിയിട്ടുണ്ട്. അടി കിട്ടി അല്ല, ഒരെണ്ണം കൊടുക്കണമെന്ന് വിചാരിച്ചോണ്ടിരുന്നതാണ്. ചില സമയത്ത് ഒരെണ്ണം കൊടുക്കേണ്ട ആവശ്യമില്ല, അപ്പൊ കൊടുത്തതാണ്. എനിക്കൊരു ചവിട്ട് മുതുകത്ത് നല്ല ആടി കൂടി ഒരു ചവിട്ട്. അത് ബാലപാഠങ്ങൾ, അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ. അത് ചെടി ഉടുപ്പ് വെള്ളയും അതങ്ങനെ ഇവൻ നല്ല ഊക്കിനാണ്. ഞാൻ പറഞ്ഞു ഒരെണ്ണം കൊടുക്കണമെന്ന് പറഞ്ഞു, ഇടയ്ക്ക് ഒരെണ്ണം കൊടുക്കണമെന്ന് വിചാരിച്ചാൽ. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇതിന് സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഇതാണ്, നിറയെ ട്രാവൽ ഉണ്ടായിരുന്നു. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു പടം, ഞാനിത് സിനിമയെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ, ഒരു തിയേറ്ററിൽ പോയിരുന്ന് ഒരു 2 മണിക്കൂർ നല്ല എൻജോയ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് എല്ലാവർക്കും, അതായത് കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ വ്യക്തികൾ, ഇപ്പം യൂത്തിന് കാണാമെന്ന് ചോദിക്കും. യൂത്തിൻ്റെ ട്രെൻഡ് എല്ലാവർക്കും, ആർക്കാണ് കോമഡി ഇഷ്ടപ്പെടാതിരിക്കുന്നത്? എല്ലാവർക്കും കോമഡി ഇഷ്ടമാണ് അല്ലേ? ഇവൻ എൻ്റെ മോന് 4.5 വയസ്സുള്ള, ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കും. കോമഡി അത് എങ്ങനെയാണ് ചിരിക്കുന്നത്, അവനെ എന്ത് കണക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത് അങ്ങനെ ഒരു മൂവിയാണ്, കുറച്ച് നല്ല ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണെന്നുള്ളതിന് സംശയമില്ല. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിരിച്ചു പോകും. ചില സംഘടനയൊക്കെ കാണിക്കുന്നത് അരിസ്റ്റോ, അതിനേക്കാൾ ഈ എല്ലാവരും ഒരു 10-25 പേരുണ്ട്. ഈ നിങ്ങൾ ഈ ചാനലിലും സിനിമയിലും കോമഡി ഉത്സവത്തിലും അതിലൊക്കെ ഉള്ള ഒരു 10-25 പേരുണ്ട്. ഇവരുടെ ഞാൻ ആദ്യം ചെന്നപ്പോൾ എനിക്ക് എന്താണ് ചെയ്യുന്നത് അറിയുള്ളൂ. എനിക്ക് അറിഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ചെന്ന് അവിടെ അങ്ങനെ പോട്ട് ഇങ്ങനെ പോട്ടില്ല, അതിലൊക്കെ നോക്കും ക്യാമറ ഇരിക്കുന്നത്. പക്ഷെ പുള്ളി നന്നായി, ഞാൻ ഫ്രണ്ടായിട്ട് പറയണല്ല, പുള്ളിക്ക് ഒരു അഭിനേതാവായിട്ട് അഭിനയിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയണില്ലേ, അവൻ എഴുതി കൊടുത്ത് നമ്മൾ ഡയലോഗ്സ് എഴുതിയിട്ട് മുന്നേ കൊടുത്ത് ഇവൻ വന്ന് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ വീട്ടിൽ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തിട്ടാണ് വന്നതെന്നുള്ളത്. അല്ലല്ല, ഇവൻ വന്നിട്ട് പറഞ്ഞ എനിക്കൊന്നും വരില്ല കേട്ടോ, എങ്ങനെയാണ് കേട്ടോ, അങ്ങനെയാണ്. ഇവൻ രാപ്പകൽ 24 മണിക്കൂർ ഒന്ന് പഠിച്ചെന്നുള്ള രീതിക്കറിയാം. ഇതെല്ലാം കൂടെ കാണാതെ പഠിച്ചു, ഇത് എങ്ങനെ അവതരിപ്പിക്കണം. അപ്പൊ സത്യമാണ് അറിയാതെ പഠിച്ച്. പക്ഷെ ഇത് എങ്ങനെ ഇത് എവിടെ കൊണ്ട് പൊള്ളിക്കണമെന്ന് അറിഞ്ഞൂടല്ലേ. ആദ്യം കാണുന്നത് ഒരു സീന്, നമ്മളത് പൈസ മുടക്കാം ഓക്കെ ചെയ്യാം, പക്ഷേ അഭിനയിക്കാനുള്ള പാകപ്പെട്ടു. പക്ഷെ നന്നായി ചെയ്തിട്ടുണ്ട്. ആസ് എ ന്യൂ കമ്മർ എന്നുള്ള രീതിയിൽ അതാണ് ഞാൻ പറയാൻ വന്നത്. ഇവിടെ ഈ പടത്തിൽ നിറയെ പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവള് ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്, ഇവൻ ആദ്യമായിട്ട് ഷിയാസ് ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. എൻ്റെ മകനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ശ്യാം എന്ന് പറഞ്ഞൊരു പയ്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നായിക, അവളുടെ പേര് ശിവപ്രിയ, അവൾ കുറച്ച് എന്താ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു നായിക എന്നുള്ള കൺസെപ്റ്റിൽ വന്നിട്ടുള്ള കഥാപാത്രം. അപ്പം ഇതിനകത്ത് ഇപ്പം പ്രിവ്യൂ ഞങ്ങൾ കുറച്ച് പേര് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് കണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞു ഇതിനകത്ത് ആരും ഒരു പുതിയ ഒരു, അതായത് ഒരു ഫ്രഷറാണ് ചെയ്യണം എന്നുള്ളൊരു
തോന്നലില്ല. അത് തന്നെയാണ് ഒരു വലിയ പ്ലസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം അത് അവരെടുത്ത എഫേർട്ടിന്റെ അതെ തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും വന്ന് വാവ് സൂപ്പർ ആയിരിക്കും, പക്ഷെ ഞങ്ങൾ അനലൈസ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. പിന്നെ ഒരു സിനിമയാകുമ്പം തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. അങ്ങനെ കാരണം റിവ്യൂസ് വരുമ്പോൾ നമ്മൾ അത് എടുക്കണമല്ലോ. പക്ഷേ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്ത് അത് കാണാൻ പറ്റുന്നൊരു മൂവി ആയിരിക്കും, അതിന് സംശയമില്ല. കാരണം ഞങ്ങളുടെ ഉള്ള കോർ ഓഫ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും, കാരണം നിങ്ങളെ ചിരിപ്പിച്ചു, ഇപ്പോഴും ദിവസവും പലരും തിരിച്ച് നോക്കി വീഡിയോ കണ്ട് ദിവസം കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ട് പടത്തിൽ. സോ നിങ്ങൾ എടുത്ത എഫേർട്ടിനും നിങ്ങളുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടിനും ഉള്ള ഡെഡിക്കേഷനൊക്കെ ഫലമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സിനിമ നല്ലൊരു വിജയമാവട്ടെ. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.